ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ താലി അഴിച്ച് അലോകിൻ്റെ മുഖത്തെറിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അനുവിനെയാണ് കാണിക്കുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക. അങ്ങനെ അനുവിനെ എല്ലാവരും കൂടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണമംഗലത്തുള്ളവർ. അവർ പറയും, നിനക്ക് ഈ വിവാഹം നമുക്ക് ഒഫീഷ്യലാക്കാം, പക്ഷേ കുറച്ച് നിബന്ധനകളുണ്ടെന്ന് പറഞ്ഞ് അച്യുതൻ നിബന്ധനകൾ പറയുകയാണ്. ഒന്നാമത്, അലോക് നിൻ്റെ ഭർത്താവാണ്. അലോകിനെ നീ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നീ ഇവിടുത്തെ മരുമകളായിക്കഴിഞ്ഞാൽ നിനക്ക് കൂറും ഈ വീട്ടിലോടായിരിക്കണം, നിൻ്റെ വീട്ടിലോടായിരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ രാജശ്രീ പറയാണ്, വേറെ ഒരു ഡിമാൻഡും കൂടി ഉണ്ട്, അടുക്കളയിലെ പണികളൊക്കെ ചെയ്യണം, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് ചോദിക്കും, കഴിഞ്ഞോ നിങ്ങളുടെ ഡിമാൻഡ്സൊക്കെ കഴിഞ്ഞോ എന്ന്. എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കുക, എൻ്റെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം, എൻ്റെ ഭർത്താവിന് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കുകയും ചെയ്യാം. അതേപോലെ തിരിച്ചും വേണം. കാരണം ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടുണ്ടാവാൻ പാടുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുക്കളയിൽ ജോലി ചെയ്യുന്നത് അത് ഞാൻ ചെയ്യാം. കാരണം എനിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണമല്ലോ. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ല, കാരണം എന്നെ സഹായിക്കാൻ അലോകം വേണം. കാരണം സുപ്രീം കോടതി വരെ പറയുന്നുണ്ട്, ഒരു സ്ത്രീ ഒരു വീട്ടിൽ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ 30,000 രൂപ ശമ്പളം കൊടുക്കണമെന്ന്. പക്ഷേ ഈ വീട്ടിൽ അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് എനിക്കൊരു 50,000 രൂപയെങ്കിലും ശമ്പളം തരേണ്ട ജോലി ഞാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യേണ്ടതെങ്കിൽ എനിക്കൊരു 50,000 രൂപയെങ്കിലും മിനിമം കിട്ടണമെന്ന്. അപ്പോൾ നമ്മുടെ അച്യുതൻ ചോദിക്കുന്നത്, നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? അപ്പോൾ അനു പറയും, ഞാൻ ആരെയും കളിയാക്കിയതല്ല, ഞാൻ കാര്യങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ ഇങ്ങോട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അനന്തം പറയും, അവൾ പറഞ്ഞതൊക്കെ ശരിയല്ലേ, അവൾ പറഞ്ഞതൊക്കെ കാര്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്ന്. അനൂപ പിന്നെ അപ്പോൾ അലോകിനോട് അച്ഛമ്മ ചോദിക്കും, നീ അങ്ങനെയാണെങ്കിൽ ഈ വിവാഹത്തിന് ഓക്കെ ആണോ അലോകെ എന്ന്. അപ്പോൾ അലോക് പറയും, ഞാൻ പറഞ്ഞതൊക്കെ അവൾ അനുസരിക്കുകയാണ് വെച്ചെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അലോക് പറയുന്നത്. അപ്പോൾ ഇതേ സമയം നമ്മുടെ പുറത്ത് നിന്ന് ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ നോക്കിയപ്പോൾ അത് നമ്മുടെ ബാലനാണ്. ബാലൻ അനു എന്ന് വിളിച്ചുകൊണ്ടാണ് കൃഷ്ണമംഗലത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അനു എന്നുള്ള വിളി കേൾക്കുന്നത്. അപ്പോൾ അനു വേഗം ഉമ്മറത്തോട്ട് ഓടിച്ചെല്ലുകയാണ്. സന്തോഷത്തിലാണ് അവൾ ഓടിച്ചെല്ലുന്നത്. അപ്പോഴും നമ്മുടെ ദേവമംഗലത്തുള്ള എല്ലാ അംഗങ്ങളും ഉമ്മറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ കണ്ടതോട് കൂടിയിട്ട് അനുവിന് ആകെ സങ്കടവും സന്തോഷവും എന്താ പറയേണ്ടത് എന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. അവൾ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ബാലൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ബാലൻ ചോദിക്കും നമ്മുടെ അനുവിൻ്റെ അടുത്ത്, അനു, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം, സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിൻ്റെ കഴുത്തിൽ ഈ താലി നീ തന്നെ സ്വന്തം കെട്ടിയതാണോ അതോ അലോക് കെട്ടിയതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന്. അപ്പോൾ അനു പറയും, ഞാൻ തന്നെയാണ് കെട്ടിയത് എന്ന്. അപ്പം ബാലൻ ചോദിക്കും, നീ എന്ത് മണ്ടത്തരമാണ് മോളെ കാണിച്ചത്, നീ നിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും ഓർക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയാണ്, അച്ഛനെയോ അമ്മയോ ഏട്ടന്മാരെയോ ഒന്നും നാണം കെടുത്തണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ജീവനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതവുമായിരുന്നു. പക്ഷേ ഇവൻ എന്നെ തട്ടിക്കൊണ്ട് പോയപ്പോൾ നമ്മളെ കുടുംബം മുഴുവൻ ഒരു അപമാനത്തിൻ്റെ ചുഴിയിലേക്ക് വീഴുമ്പോൾ നമ്മുടെ വീട്ടുകാരെ മുഴുവൻ നാണം കെടുത്തിയ ഇവനും മനസ്സമാധാനത്തിൽ ജീവിക്കരുത് എന്ന് മാത്രമേ ഞാനും ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന താലി എടുത്ത് എൻ്റെ കഴുത്തിൽ സ്വന്തം കെട്ടി എങ്ങനെ എല്ലാവരോടും ഞാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ ബാലൻ ചോദിക്കും, നീ വീട്ടുകാരുടെ കാര്യം ആലോചിച്ചു, നിൻ്റെ അമ്മയെക്കുറിച്ച് നിൻ്റെ അച്ഛനെക്കുറിച്ചും ആലോചിച്ചു, പക്ഷേ നീ നിൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ലല്ലോ അനു എന്ന് പറയുകയാണ് ബാലൻ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പെട്ടെന്ന് ദേഷ്യത്തിൽ വന്നിട്ട് പറയും, ബാല, നീ കൂടുതൽ വർത്താനം എന്ന് പറയേണ്ട, ഇത് നിൻ്റെ വീട്ടിലെ എല്ലാവരുടെയും കൂടെയുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലത്തെ ഒരു തല തെറിച്ച പെണ്ണിനെയാണല്ലോ നീ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെച്ചതെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ബാലൻ ദേഷ്യം വരും. ബാലൻ പറയും, ഞാൻ എൻ്റെ മകളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നീ എന്തിനാണ് അച്യുത ഇടയിൽ കയറി വന്ന് സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ മുത്തശ്ശിയും പറയും, അച്യുത നീ മിണ്ടാതിരിക്കുക, ബാലൻ്റെ മകളുടെ അടുത്താണ് സംസാരിക്കുന്നത്, അവർ സംസാരിക്കട്ടെ എന്ന്. അപ്പോൾ വീണ്ടും ബാലൻ ചോദിക്കുകയാണ്, ഇവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കാം, മനസമാധാനത്തിൽ ജീവിക്കാമെന്ന് നീ വ്യാമോഹിച്ചിരുന്ന മോളെ, ഇവൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നിനക്കറിയുന്നതല്ലേ എന്ന്. അപ്പോൾ അനു പറയും, എനിക്കറിയാമായിരുന്നു അച്ഛാ, പക്ഷേ ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു തീരുമാനം അവൾ എടുത്തു, അതാണ് അവളുടെ പ്രശ്നം. അപ്പോൾ അലോകിനോട് ചോദിക്കും,
അലോക് പറയും, അല്ലെങ്കിൽ ഇവളെപ്പോലെ ഒരുത്തിയൊന്നല്ല ഞാനും ഭാര്യ വയ്ക്കണമെന്ന് ആഗ്രഹിച്ചത്. എനിക്ക് ഇവളേക്കാൾ സുന്ദരിയായ നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളെ കിട്ടും. ഇവളോട് എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. ദേവമംഗലംകാരൊരു പണി പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവളോടുള്ള പ്രേമം അഭിനയിച്ചത്, ഇവളെ ഇങ്ങനെ ട്രാപ്പിലാക്കി കുടുക്കിയത്. പക്ഷെ ഇത് അവസാനം എനിക്ക് തന്നെ പണിയായി. ഇത് കേട്ടതോടുകൂടി ബാലൻ്റെ സകലമാന കൺട്രോളും പോകും. ബാലൻ പോയിട്ട് അലോകിനെ രണ്ട് നല്ല പിടപെടയ്ക്കും. അത് അച്യുതനൊക്കെ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേനും അലോക് രണ്ടടി കിട്ടിയിട്ട് വീഴും. അപ്പോൾ നമ്മുടെ അച്യുതൻ വന്നിട്ട് പറയും, എൻ്റെ മകനെ നീ തല്ലിയപ്പോൾ എനിക്ക് നൊന്തു, അതുപോലെ നിനക്കൊന്നും നോവണ്ടേ എന്ന് പറഞ്ഞ് അച്യുതൻ പെട്ടെന്ന് വന്ന് ആര്യൻ്റെ മുഖത്തടിക്കാൻ നോക്കുകയാണ്. പക്ഷെ ആര്യൻ്റെ മുഖത്തടിക്കാൻ നോക്കുമ്പോഴത്തേനും അത് നമ്മുടെ ബാലൻ വന്ന് കൈ തടുക്കുകയാണ്. കൈ തടുത്തതിന് ശേഷം പറയും, നീ ഒന്ന് തൊട്ട് നോക്ക്, നീ എൻ്റെ മകനെ ഒന്ന് തൊട്ട് നോക്ക്, എൻ്റെ തനി സ്വഭാവം നീ അപ്പോഴേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് ബാലൻ അച്യുതനെ വാൺ ചെയ്യുകയാണ്. എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഈ വീട്ടിൽ ഇനി നിൽക്കണോ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്ന്. അപ്പം മുത്തശ്ശി പറയും, ബാല നീ എന്താണ് ഈ പറയുന്നത്, നാട്ടുകാരൊക്കെ എന്തൊക്കെ പറയും, നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും കൂടി വിവാഹം നടത്തി കൊടുക്കാമെന്ന്. അപ്പം ബാലൻ ചോദിക്കും, അമ്മ എന്താണ് ഈ പറയുന്നത്, അമ്മയ്ക്ക് ഞാൻ ഇത്രയും കാലം അമ്മയ്ക്ക് ഗോമതിയുടെ അമ്മ എന്നുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ തന്നിട്ടുണ്ട്. ഇവന് ഇവളെ ഇഷ്ടമല്ല, ഇവൾക്ക് ഇവനെ ഇഷ്ടമല്ല, പിന്നെ എന്തിനാണ് ഇവരെ തമ്മിൽ നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നത്. അപ്പോൾ ആകാശ് ചോദിക്കും, മുത്തശ്ശി പരസ്പരം ഇഷ്ടമില്ലാത്ത ഇവരേനെ തമ്മിൽ എന്തിനാണ് വിവാഹം കഴിപ്പിക്കുന്നത്, നിങ്ങളെ അഭിമാനത്തിൻ്റെ പേരിൽ ഇത്രയും ദിവസം എൻ്റെ പെങ്ങൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു, ഇനിയും അവൾ ഇവിടെ കിടക്കണമെന്ന് തന്നെയാണ് മുത്തശ്ശിയും പറയുന്നത്. അതൊന്നും പറ്റില്ല മുത്തശ്ശി, ഞങ്ങൾക്ക് അവളെ തിരിച്ചു കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ആങ്ങളമാരും കൂടെ നിൽക്കും. അപ്പം ബാലന് പറയും, ചിലപ്പോൾ ഇനി ഞാനൊരു വിവാഹം നടന്നില്ലെന്ന് വരാം, വേണ്ട, അവൾക്ക് അവളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന അവളെ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഉണ്ട്. അങ്ങനത്തെ വീട്ടിലോട്ട് ഇനി അവൾ തിരിച്ചു വരട്ടെ, എൻ്റെ മകളേനെ നോക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് നീ ഇനി വീട്ടിലോട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ബാലൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാവുകയാണ്. അപ്പം അച്യുതൻ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അച്യുതൻ ഇടയിൽ കയറുന്നുണ്ട്. അനന്തൻ പറയും, അത് പറ്റില്ല, ബാലൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, അനു പോവാൻ തയ്യാറാണെന്ന് വെച്ചെങ്കിൽ അനുവിൻ്റെ ഇഷ്ടം പോലെയാണ് നടക്കേണ്ടത്, അല്ലാണ്ട് നമുക്കതിൽ നിർബന്ധിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ബാലനും അനുവും കൂടിയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതേസമയം ബാലൻ പറയും, മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവൻ്റേതായിട്ടുള്ള ഒരു നൂലിച്ചരട് പോലും നിൻ്റെ ദേഹത്തുണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അനുവിനും അത് ശരിയാണെന്ന് തോന്നി. അനു എന്ത് ചെയ്യും, തിരിച്ചു പോയിട്ട് അനുവിൻ്റെ കഴുത്തിലുള്ള താലി പൊട്ടിച്ചിട്ട് അലോകിൻ്റെ മുഖത്തോട്ട് എറിയുകയാണ്. എന്നിട്ട് അനു പറയും, നീയും ഞാനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിച്ചു, ഇനി നീ ഒരിക്കലും എൻ്റെ ജീവിതത്തിലൊരു കരടായിട്ട് വരരുത്, ഞാനും അതുപോലെ തന്നെ തിരിച്ച് നിൻ്റെ ജീവിതത്തിലൊരു കരടായിട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞ് അനുവും ബാലനും കൂടി കൃഷ്ണമംഗലത്ത് നിന്ന് ദേവമംഗലത്തോട്ട് പോകുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ സമയം മുത്തശ്ശിക്കൊക്കെ നല്ല വിഷമമുണ്ട്. കാരണം മുത്തശ്ശി അവരൊന്നിച്ച് കാണണമെന്നായിരുന്നു മുത്തശ്ശിക്കും ആഗ്രഹം. അങ്ങനെ ബാക്കി എല്ലാവരും ഈ താലി പൊട്ടിച്ചെറിയുമ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് ഇതൊക്കെ നോക്കുന്നത് കൃഷ്ണമംഗലത്തുള്ളവർ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.